Hi everyone, welcome to I+ Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ സോഷ്യോളജി UGC നെറ്റ് നമ്മളുടെ ഡിസംബർ സെഷനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ്, ആ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തവർ കാണും, ചെയ്യാത്തവർ കാണും. ആ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒരു PYQ സെഷൻ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. First question. With reference to Karl Marx, which of the following is not a component of alienation? With reference to Karl Marx, which of the following is not a component of alienation? കാൾ മാർക്സിനെ സംബന്ധിച്ച് ഏലിയനേഷൻ്റെ ഒരു കമ്പോണൻ്റ് അല്ലാത്തത് ഇതിലേതാണ്? ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഏലിയനേഷൻ ഫ്രം ദ പ്രൊഡക്റ്റ്, ഏലിയനേഷൻ ഫ്രം ദ കിൻഷിപ്പ്, ഏലിയനേഷൻ ഫ്രം ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ഏലിയനേഷൻ ഫ്രം ദ ഫെലോ വർക്കേഴ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാൾ മാർക്സിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് ഏലിയനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെ. ഇതിൽ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ കാൾ മാർക്സിൻ്റെ കമ്പോണൻ്റ് ഓഫ് ഏലിയനേഷൻ അല്ലാത്തത് ഏതാണ്? ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അതിൽ നിന്ന് ഏതാണ്? ഏലിയനേഷൻ ഫ്രം കിൻഷിപ്പ്. ഏലിയനേഷൻ ഫ്രം കിൻഷിപ്പ് എന്ന് പറയുന്നൊരു കാര്യം ഇതിലെവിടെയും, കിൻഷിപ്പ് എന്ന് പറയുന്നൊരു കാര്യമേ ഇവിടെ പറയുന്നില്ല. ഓക്കെ, കാൾ മാർക്സ് അതിനെപ്പറ്റി കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിനെ ആ ഒരു കിൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ ഇവിടെ കൊണ്ടുവരുന്നതേ ഇല്ല. പക്ഷേ ഏലിയനേഷൻ ഫ്രം ദ പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ, ഏലിയനേഷൻ ഫ്രം ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ഏലിയനേഷൻ ഫ്രം ദ ഫെലോ വർക്കേഴ്സ് ഉണ്ട്. ദ ആൻസർ ഈസ് ഏലിയനേഷൻ ഫ്രം കിൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ നോക്ക്, ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 വരുന്നത് കൺസെപ്റ്റ്സ്, ലിസ്റ്റ് 2 അതിൻ്റെ പ്രൊപ്പോണ്ടേഴ്സ്. കൺസെപ്റ്റ്സിൽ വരുന്ന ഏതൊക്കെയാണ്? ഡിസ്റ്റൻറ്റ് പ്രോക്സിമിറ്റീസ് ഉണ്ട്, സോഷ്യൽ ജിയോമെട്രി, കൺവേർസേഷൻ ഓഫ് ജസ്റ്റേഴ്സ്, നീഡ് ഡിസ്പോസിഷൻസ്. അതുപോലെ തന്നെ പ്രൊപ്പോണ്ടേഴ്സിൽ വരുന്നത് GH മീഡ്, ജെ റോസനോവ്, ടാൽക്കോട്ട് പാസൺ ആൻഡ് ജോർജ് സിമ്മൽ. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ സോഷ്യൽ ജിയോമെട്രി എന്നുള്ളത് ജോർജ് സിമ്മലിൻ്റെ ആണ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും B4 എന്നുള്ളത്. അതുപോലെ തന്നെ കോൺവെർസേഷൻ ഓഫ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് GH മീഡിൻ്റെ ആണ്. ഓക്കെ, അപ്പം B4 C2 വരുന്ന ഓപ്ഷൻസ് നോക്കൂ. B4 C1 വരുന്ന ഓപ്ഷൻസ്. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷനാണ്. B4ഉം C1ഉം വരുന്നത്. അപ്പം അതാണോ ആൻസർ എന്ന് നോക്കാം. യെസ്, B4 C1. അപ്പോൾ A2ഉം D3ഉം ആണ്. ഓക്കെ, അപ്പോൾ A2 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഡിസ്റ്റൻറ്റ് പ്രോക്സിമിറ്റീസ് ആരുടെയാണ്? ജെ റോസനോവിൻ്റെ സോഷ്യൽ ജിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ജോർജ് സിമ്മലിൻ്റെ കോൺവെർസേഷൻ ഓഫ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് GH മീഡിൻ്റെ. അതുപോലെ തന്നെ നീഡ് ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത് ടാൽക്കോട്ട് പാസൺസിൻ്റെ. ഓക്കെ, A2, B4, C1, D3 ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു Michel Foucault, a structure that allows someone in power the possibility of complete observation of a group of people is known as. നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മിഷേൽ ഫൂക്കോയെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്? എ സ്ട്രക്ചർ ദാറ്റ് അലൗസ് സംവൺ ഇൻ പവർ ദ പോസിബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ഒബ്സർവേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇസ് നോൺ ആസ്. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ആൻസറുമാണ്. ഏതാണ്? പനോപ്റ്റിക്കൻ. ഓക്കെ, പനോപ്റ്റിക്കൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫൂക്കോയുമായിട്ട് ചേർന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പനോപ്റ്റിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു അസേർഷൻ ലേബൽ അല്ലെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഈസ് ലേബൽഡ് ആസ് അസേർഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ലേബൽഡ് ആസ് റീസൺ. അസേർഷൻ എന്ന് പറയുന്നത് ഏതാണ്? അക്കോർഡിംഗ് ടു മിഷേൽ ഫൂക്കോ, പവർ ആൻഡ് നോളജ് ആർ ഓർഗാനിക്കലി കണക്റ്റഡ് ടു ഈച്ച് അതർ. ഫൂക്കോയെ സംബന്ധിച്ച് പവറും നോളജും ഓർഗാനിക്കലി കണക്റ്റഡ് ആണ് തമ്മിൽ. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ദ സോഴ്സ് ഓഫ് പവർ ഈസ് നോട്ട് നെസസറിലി ഡിറൈവ്ഡ് ഫ്രം നോളജ്. ഇവിടെ പറയുന്നത് ദ സോഴ്സ് ഓഫ് പവർ ഈസ് നോട്ട് നെസസറിലി ഡിറൈവ്ഡ് ഫ്രം നോളജ്. അപ്പം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. ബോത്ത് A and R are correct and R is the correct explanation of A. Both A and R are correct but R is not the correct explanation of A. A is correct but R is not correct. A is not correct but R is correct. ഇതിലേതാണ് വരുന്നത്? R ഇവിടെ റീസൺ ആയിട്ട് തന്നേക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്, പക്ഷേ A കറക്റ്റ് ആണ് അല്ലേ?
അസേഷൻ ആയിട്ട് തന്നത് കറക്റ്റ് ആണ്, കണക്റ്റഡ് ആണ് ഈച്ച് അതർ, പവറും നോളജും. പക്ഷേ 6 കൃത്യമായിട്ടുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. സോ ഓപ്ഷൻ 3 എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ നോളജിൽ നിന്നാണ് വരുന്നത്, അത് തമ്മിൽ ലിങ്ക് ആണ്, പവറും നോളജും തമ്മിൽ ലിങ്ക് ആണ് ഫൂക്കോയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നമുക്ക് പവറിൽ നിന്ന് നോളജിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യു കാനോട്ട് സെപ്പറേറ്റ് പവർ ഫ്രം നോളജ് ഇൻ ഹിസ് തിയറി, അദ്ദേഹത്തിൻ്റെ തിയറിയെ സംബന്ധിച്ച്. ഓക്കെ, സോ പവർ ആൻഡ് നോളജ് ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ, അതാണ് ഈ ഒരു തിയറിയുടെ പ്രത്യേകത. സോ നെക്സ്റ്റ് ഫൂക്കോയുടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ തന്നെ വന്നു, നമ്മൾ പറഞ്ഞു. പവർ ഓപ്പറേറ്റ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ഓൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ത്രൂ ഓൾ പീപ്പിൾ. ഹു സെഡ് ദിസ്? ആരാണ്? ഫൂക്കോ തന്നെയാണ് പറഞ്ഞത്. പവർ ആൻഡ് നോളജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും തിയറീസും ഒക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരാണ്? മിഷേൽ ഫൂക്കോ ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഫൂക്കോ, മിഷേൽ ഫൂക്കോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ്? സോഷ്യൽ ഫാക്ട്സിനെ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സും നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സുമായിട്ട് തിരിച്ചത് ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ ഫാക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. നിങ്ങൾ നോക്ക്, ഓപ്ഷൻസ് നോക്കൂ. ടാൽക്കോട്ട് പാച്ചൻ ആണോ, റോബർട്ട് കെ മേർട്ടൺ ആണോ, മാക്സ് വെബർ ആണോ, എമേൽ ദാക്കേം ആണോ? ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ആരാണ്? എമേൽ ദാക്കേം അല്ലേ? സോഷ്യൽ ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എമേൽ ദാക്കേം. സോ അദ്ദേഹം മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്നും നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് മേഡ് ദി സ്റ്റേറ്റ്മെന്റ് സിറ്റി ഈസ് എ ക്രഷ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്സ് ആൻഡ് ഈവൻസ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരാണ് പറഞ്ഞത് സിറ്റി ഈസ് എ ക്രഷ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്സ് ആൻഡ് ഈവൻസ്? മാനുവൽ കാസിൽസ് ഉണ്ട്, MC കെൻസെ ഉണ്ട്, ജോർജ് സിമ്മൽ, എൻസസെ. അപ്പം നമുക്ക് കൂടുതലും എന്താണ് മാനുവൽ കാസിൽസ് ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ സിറ്റി ഈസ് എ ക്രഷ് ഓഫ് പീപ്പിൾ, ഒബ്ജക്റ്റ് ആൻഡ് ഈവൻസ് എന്ന് പറഞ്ഞത് ആരാണ്? ജോർജ് സിമ്മലാണ്. ഓക്കെ, ഓപ്ഷൻ 3 ജോർജ് സിമ്മലാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സിറ്റി ഈസ് എ ക്രഷ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്സ് ആൻഡ് ഈവൻസ് എന്ന് പറയുന്നത് ജോർജ് സിമ്മലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതും എന്താണ് ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദ സോഷ്യോളജി ഓഫ് ഡിസബിലിറ്റി ആൻഡ് ഇമ്പയർമെന്റ് റിലേറ്റ്സ് ടു ദ സ്റ്റഡി ഓഫ് സ്റ്റിഗ്മ ആൻഡ് സ്റ്റിഗ്മറ്റൈസേഷൻ. ഇപ്പോൾ സോഷ്യോളജി ഓഫ് ഡിസബിലിറ്റി ആൻഡ് ഇമ്പയർമെന്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ദ സ്റ്റഡി ഓഫ് സ്റ്റിഗ്മ ആൻഡ് സ്റ്റിഗ്മറ്റൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് ദ ഡിസബിലിറ്റി മൂവ്മെന്റ് ഹാസ് ബീൻ ബേസ്ഡ് ഓൺ ദ ക്രിയേഷൻ ഓഫ് എ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി വിച്ച് ഈസ് എ ഡയറക്റ്റ് ചലഞ്ച് ടു ദ മെഡിക്കൽ മോഡൽ. ഇപ്പോൾ ഡിസബിലിറ്റി മൂവ്മെന്റ് എന്തിനെ ബേസ് ചെയ്താണ്? ഹാസ് ബീൻ ബേസ്ഡ് ഓൺ ദ ക്രിയേഷൻ ഓഫ് എ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി വിച്ച് ഇസ് എ ഡയറക്റ്റ് ചലഞ്ച് ടു ദ മെഡിക്കൽ മോഡൽ. ഈ അസേഷനും റീസണും നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓപ്ഷൻസ് ഇതാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നമ്മളുടെ നേരത്തെ പോലെ തന്നെ അതേ ഓപ്ഷനാണ്. നിങ്ങളത് വായിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം എന്താണ്? ഓപ്ഷൻ 2ഉം ശരിയാണ്. പക്ഷെ 6 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ല. എയും 6ഉം അസേഷനും റീസണായിട്ട് തന്നതും 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. പക്ഷെ ഇത് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ല. അസേഷൻ ആ തന്ന അസേഷന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല രണ്ടാമത് തന്നേക്കുന്നത്. ഓക്കെ, സോ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The situation in which our relationship to the environment while yielding short-term benefits will have profound negative long-term consequences is known as. അതിന് നമ്മളൊരു ടേം പറയും. The situation in which our relationship to the environment while yielding short-term benefits will have profound negative long-term consequences is known as. ഇതിനെ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? ഒറ്റ വാക്കിൽ നമ്മൾ ഇതിനെ ഒരു പേര് പറയും. Environmental deficit. Okay. So environmental deficit is known as the situation which our relationship to the environment while yielding short-term benefits will have profound negative long-term consequences. അതിനെ നമ്മൾ പറയുന്നതാണ് environmental deficit. Okay. So ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. Environmental racism എന്ന് പറയുന്നത് എന്താണ്?
about unequal environmental harm to certain groups, not about overuse. അതിനെയാണ് നമ്മൾ ഇപ്പം എൻവയോൺമെന്റൽ റേസിസം എന്ന് പറയുന്നത്. ഇപ്പം എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? മെഷേഴ്സ് ഹൗ മച്ച് റിസോഴ്സസ് വി യൂസ്, നോട്ട് ദ ഡെഫിസിറ്റ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ കാർബൺ ഫുഡ് പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി അബൌട്ട് CO2 എമിഷൻസ്. ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഈ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷൻസ്, നോട്ട് ഫുൾ എൻവയോൺമെന്റൽ ഡാമേജിനെ പറ്റിയല്ല, ഓൺലി അബൌട്ട് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് അല്ലെങ്കിൽ കാർബൺ എമിഷൻസിനെ പറ്റിയാണ് കാർബൺ ഫുഡ് പ്രിന്റ് പറയുന്നത്. എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തു അതിനെ മെഷർ ചെയ്യുന്നതാണ് എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ്. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ റേസസ് എന്ന് പറയുന്നത് അൺഈക്വൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഹാം, ഒരു സർട്ടൻ ഗ്രൂപ്പുകാർക്ക് എൻവയോൺമെന്റൽ ഹാം വരുന്ന രീതിയിലുള്ള ഒരു അൺഈക്വൽ എൻവയോൺമെന്റൽ ഹാമിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ റേസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, who defined power as the probability that one actor within a social relationship will be in a position to carry out his own will despite resistance regardless of the basis on which this probability rests. സോ ഇതാരാണ് പറഞ്ഞത്? ഹു ഡിഫൈൻഡ് പവർ. പവറിനെ പറ്റിയാണ് ഇവിടെ വരുന്നത്. പക്ഷേ പവർ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഓപ്ഷനിൽ നോക്കുമ്പോൾ അവിടെ ഓപ്ഷനിൽ ആരില്ല, ഫൂക്കോ ഇല്ല. സോ നമ്മൾ ആ സെന്റൻസ് കൃത്യമായിട്ട് വായിക്കണം. പവർ ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ ആക്ടർ വിത്തിൻ എ സോഷ്യൽ റിലേഷൻഷിപ്പ് വിൽ ബി ഇൻ എ പൊസിഷൻ to carry out his own will despite resistance regardless of the basis on which this probability rests. ഈ ഒരു കാര്യം പറഞ്ഞത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അല്ലെങ്കിൽ പവറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത വ്യക്തി ആരാണ്? വീബർ ആണ്. ഓക്കെ, മാക്സ് വീബർ ആണ് പവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തത്. സോ ഇത്രയും ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് പല പാർട്ടുകളായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.